ജുമഅക്ക് വേണ്ടി എന്ന ഉദ്ദേശത്തോടെ നന്നായി കുളിച്ചൊരുങ്ങണം. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നേരത്തെ പള്ളിയിലേക്ക് പോകണം, നടന്നു പോകണം, വാഹനത്തിലേറാതെ നടന്നു പോകണം. അവിടെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരുപക്ഷെ പള്ളി ഒരുപാട് ദൂരെ ആയിരിക്കാം, വാഹനത്തിൽ പോകാതെ നിവൃത്തിയില്ലെങ്കിൽ അവർക്ക് എതിറുണ്ടല്ലോ, അവർക്ക് കാരണമുള്ളത് കൊണ്ടാണല്ലോ, അവർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് അതിന്റെ കൂലി കിട്ടണം എന്നുള്ളത്. പക്ഷെ അവർ നിർബന്ധിതരാവുകയാണ് വാഹനത്തിൽ പോകുവാൻ, എങ്കിൽ അവർക്കും ഇത് പ്രതീക്ഷിക്കാം. എന്നാൽ നടന്നു പോകുന്ന പാർക്കിങ്ങിൽ വണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുന്ന നടത്തം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇമാമിനോട് എത്രത്തോളം അടുത്തിരിക്കാൻ അതൊരു പ്രത്യേക നിബന്ധനയായി പറഞ്ഞു. സാഹൂദം ശ്രവിച്ചു, ഒന്നും ചെയ്തില്ല, അനങ്ങാതെ ഇരുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് നൽകുന്നത്, അവൻ വെക്കുന്ന ഓരോ ചുവടുവെപ്പുകൾക്കുമുണ്ട് അജുറു സനത്തിൻ, ഒരു വർഷത്തെ കൂലി. ഒരു വർഷത്തെ കൂലി സഹോദരങ്ങളെ ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടോ? ഒരു ചുവടുവെപ്പിന് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിന് ഒരു കൊല്ലം സിയാമുഹാ വ ഖിയാമുഹാ, ഒരു കൊല്ലം നോമ്പെടുത്ത കൂലി, ഒരു കൊല്ലം നിസ്കാരം നിർവഹിച്ച കൂലി. എന്തിന്? വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമുഅ നിർവഹിക്കുവാൻ വേണ്ടി നടന്നു പോയാൽ അതിനുവേണ്ടി വെക്കുന്ന ഒരു സ്റ്റെപ്പിന് ഒരു കൊല്ലം പൂർണ്ണമായി നിസ്കരിക്കുകയും ഒരു കൊല്ലം പൂർണ്ണമായി നോമ്പെടുക്കുകയും ചെയ്തതിന്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സഹീഹായ ഹദീസാണ്.